എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ എയിം 2024 റിവിഷൻ സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ സിലബസിൽ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിനകത്ത് വരുന്ന സബ് ടോപ്പിക്സുകൾ നമ്മൾ പല മൊഡ്യൂൾസിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് സബ് ടോപ്പിക്സ് നോക്കാം. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടക്ടിങ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ്, അഥവാ കണ്ടക്ടേഴ്സ് തന്നെയാണ്. പിന്നെ നമ്മൾ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് അഥവാ സെമി കണ്ടക്ടർ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് അഥവാ ഇൻസുലേറ്റേഴ്സ്, പിന്നെ എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് നമ്മൾ ഈ ഒരു 4 സബ് ടോപ്പിക്സുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഈ 4 സബ് ടോപ്പിക്സ് നമ്മൾ പല മൊഡ്യൂൾസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ പോകുന്ന കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഈ 4 ടോപ്പിക്സ് പഠിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളുണ്ട്. നമ്മൾ ഏത് ടോപ്പിക്സ് എടുത്താലും നമ്മളിവിടെ 3 പോയിന്റ് അല്ലെങ്കിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിട്ടാണ് നമ്മളത് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ അഥവാ ടൈപ്സ് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ടോപ്പിക്സ് എടുത്താലും ഈ ഒരു 3 ടോപ്പിക്സിൻ്റെ അടിയിലായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഏരിയാസ് കറക്റ്റ് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ടക്ടിങ് മെറ്റീരിയൽസ്. നമുക്ക് അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 കണ്ടക്ടേഴ്സാണ്, അലൂമിനിയവും ഈ പറഞ്ഞ കോപ്പറും. അതിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂസ് ഉൾപ്പെടെ സ്ഥിരമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ വേണം. അതുപോലെ അറ്റോമിക് സ്ട്രക്ചർ, ഓക്കെ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഈ വാലൻസ് ഇലക്ട്രോൺസ്, ഇതിനൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ്. അവിടെ അതിൻ്റെ ടൈപ്പും ക്ലാസിഫിക്കേഷനും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ആ ഏത് ഗ്രൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സെമി കണ്ടക്ടേഴ്സ് മേക്ക് ചെയ്യണതും. ഓക്കെ, പി ടൈപ്പും എൻ ടൈപ്പും, ഓക്കെ, എങ്ങനെയാണ് മേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് അത് വെച്ചിട്ട് നമ്മൾ ഫോം ചെയ്യണത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ടോപ്പിക്കിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാനൊക്കെ നമുക്ക് എളുപ്പമായിട്ട് മാറും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്കറിയാം, സിലിക്കൺ, ജെർമേനിയം അല്ലേ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് സിലിക്കൺ ആണോ ജെർമേനിയം ആണോ? അങ്ങനെ സിലിക്കൺ ആണെങ്കിൽ തന്നെ അതിൻ്റെ റീസൺ, അതിൻ്റെ പ്രൈമറി റീസൺ എന്താണ്? പലയിടത്തും പല ആൻസറുകൾ കാണാറുണ്ട്. എന്താണ് അതിൻ്റെ ഏറ്റവും ഈ പറഞ്ഞ അവൈലബിലിറ്റി ആണോ, സിലിക്കൻ്റെ അവൈലബിലിറ്റി കൂടുതൽ കാരണമാണോ നമ്മളത് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം അതിൻ്റെ പ്രൈമറി റീസൺ എന്താണെന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് അല്ലേ, നമ്മൾ ഓൾറെഡി ആ ഒരു ഇൻസുലേറ്ററിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ നമ്മൾ പവർ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അത് കൂടാതെ തന്നെ ഈ പറഞ്ഞ കേബിൾസിൽ, ഓക്കെ, പവർ കേബിൾസിലായാലും നമ്മളവിടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയും നമ്മൾ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാകും. കറക്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ടൈപ്സ് ഉണ്ട്, പല ടൈപ്സുകളുണ്ട്, ആ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഇൻസുലേഷൻ്റെ ക്ലാസ് തന്നെയുണ്ട്. ഓക്കെ, ക്ലാസ് എ ഉണ്ട്, ക്ലാസ് എച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ലിമിറ്റിംഗ് റേഞ്ചും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു മെറ്റീരിയലാണിത്, മാഗ്നറ്റിക് മെറ്റീരിയൽസ്. നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻ്റെ കോർ അല്ലേ, അത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പാര ഉണ്ട്, ഡയ ഉണ്ട് അല്ലെ, പല സബ്സ്റ്റൻസ് ഉണ്ട്. ഒരു സബ്സ്റ്റൻസ് വന്നിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ വാട്ടർ ഏത് മെറ്റീരിയൽ ആണെന്ന് ചോദിക്കാൻ, ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? ഈ പറഞ്ഞ പോലെ അലൂമിനിയം, അത് ഈ പറഞ്ഞ കണ്ടക്ടിങ് മെറ്റീരിയൽസിൽ വരുന്നതാണ്. പക്ഷേ അത് ചോദിക്കാറുണ്ട് എന്ത്, അതിൻ്റെ ഈ പറഞ്ഞത് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ, അല്ലോ അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ റിറ്റൻറ്റിവിറ്റി അല്ലെങ്കിൽ കോഴ്സിവിറ്റി, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ പോകുന്നത് കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ആ ഒരു ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം കണ്ടക്ടർ? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇങ്ങനത്തെ ലെവൽ ഓഫ് എക്സാംസിന് കൂടുതലും ഇങ്ങനെ ടിപ്പിക്കലായിട്ടുള്ള കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അതിനകത്ത് ആൻസർ കൊടുത്തേക്കുന്നത് എന്താണ്, ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാതെ എന്താണോ ആൻസർ ഓപ്ഷൻ എ കൊടുക്കാനുള്ള കാരണം. പക്ഷേ ഇത് പ്രൊഫഷണൽ കീയിലാണ് ആൻസർ എ കൊടുത്തേക്കുന്നത്. ഫൈനൽ കീ വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് കൊടുത്തേക്കുന്ന വാല്യൂ എന്താണ്, ഈ പറഞ്ഞ 56 mho per meter തന്നെയാണ്. അത് ടെക്സ്റ്റ് ബുക്കിലും ആ വാല്യൂ തന്നെയാണ്. പക്ഷേ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തുകൊണ്ടാണ് അത് ആ വാല്യൂ ശരിയാണോ തെറ്റാണോ ക്യാൻസൽ ചെയ്യാനുള്ള കാരണം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാർബൺ ബ്രഷസ് ആർ പ്രിഫറബിൾ ടു കോപ്പർ ബ്രഷസ് ബിക്കോസ്. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഓക്കെ,
ഈ ഒരു ക്വസ്റ്റിൻ്റെ ഈ പറഞ്ഞ ഫൈനൽ ആൻസർക്ക് വന്നപ്പോഴത്തേക്കും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാർബൺ ബ്രഷസ് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. കാർബൺ ബ്രഷസ് അത് എന്തുകൊണ്ട് വൈ കാർബൺ, ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് കാർബൺ, ഓക്കെ, നമ്മൾ എന്തുകൊണ്ട് കാർബൺ യൂസ് ചെയ്യുന്നു, കാർബൺ തന്നെയാണോ യൂസ് ചെയ്യുന്നത്, അതായത് കാർബൺ ഒരു നോൺ മെറ്റലാണ്, അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അത്ര നല്ലതുമില്ല, പക്ഷേ എന്താണ് അത് കറണ്ട് കളക്ട് ചെയ്യുന്ന ഒരു ബ്രഷാണ് അല്ലേ, അതാണ് കറണ്ട് കളക്ട് ചെയ്യാനാണ് നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നല്ലതല്ല, പക്ഷേ കാർബൺ ആസ് സച്ച് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, കേരള PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, അലൂമിനിയം ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ്, അല്ലേ, അലൂമിനിയത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും കേരള PSC ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാംസിനും ചോദിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആ ഒരു വാല്യൂ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി, അല്ലേ, ഇതും ഡെൻസിറ്റിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഓക്കെ, ഡെൻസിറ്റി ഒന്ന് തന്നെ, സ്പെസിഫിക് ഗ്രാവിറ്റിയും ഡെൻസിറ്റിയും ഒന്ന് തന്നെയാണോ, ഇതിന് യൂണിറ്റും കാര്യങ്ങളും വല്ലതും ഉണ്ടോ, അല്ലെ, ഇവിടെ ഒന്നും യൂണിറ്റ് കൊടുത്തിട്ടില്ല, അല്ലേ, ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കോപ്പർ യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ വയർ ഷുഡ് ഹാവ് എ വെരി ഹൈ ഡിഗ്രി ഓഫ് പ്യൂരിറ്റി. എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെയും കണ്ട ഒരു നമ്പർ തന്നെയാണ്, വെരി ഹൈ ഡിഗ്രി ഓഫ് പ്യൂരിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ഈ പറഞ്ഞ 90% മേളിൽ തന്നെയാണ്. നമ്മൾ കോപ്പർ നമ്മൾ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന എന്താണ്, ഒരു കണ്ടക്ടർ തന്നെയാണ്, അല്ലെങ്കിൽ വയറിംഗ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടക്ടർ തന്നെയാണ് കോപ്പർ. അതിൻ്റെ ആ ഒരു പ്യൂരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് വെരി ഹൈ ഡിഗ്രി ഓഫ് പ്യൂരിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഡാറ്റ ഉണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് കേരള PSC ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം തന്നെയാണിത്. ഓക്കെ, കാരണം ബാക്കിയുള്ള സ്റ്റേറ്റിൽ നമ്മൾ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, പഠിച്ചു വെച്ചേക്കുക, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കിതും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. കണ്ടോ, ഇത് കോപ്പർ ആറ്റത്തിൻ്റെ എന്താണ്, ഇലക്ട്രോൺസിൻ്റെ തേർഡ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ. ശരിക്കും അറ്റോമിക് സ്ട്രക്ചർ, അല്ലേ, ആ ഒരു കോപ്പർ ആറ്റത്തിൻ്റെ ഈ പറഞ്ഞ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, ആ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഇലക്ട്രോണിക് നമുക്ക് എല്ലാ മെറ്റൽസിൻ്റെയും ഈ പറഞ്ഞ പോലെ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒന്നും കോൺഫിഗറേഷൻ നമുക്ക് കാണാതെ പിടിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, പക്ഷേ ഓൾമോസ്റ്റ് നമ്മളെല്ലാം മറന്നുപോയിട്ടുണ്ടാവും. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ അലൂമിനിയം അറിഞ്ഞിരിക്കണം, കോപ്പർ അറിഞ്ഞിരിക്കണം, പിന്നെ സിൽവർ ഇതുവരെ ചോദിച്ചില്ല, പക്ഷേ ഒന്ന് അറിഞ്ഞു വെച്ചോ, ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു എലമെൻറ്റ് മീൻസ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സിൽവറിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ അറ്റോമിക് നമ്പറും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ സെമി കണ്ടക്ടേഴ്സിന് നമ്മൾ ഓൾറെഡി സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ്. അതിൻ്റെ അറ്റോമിക് കോൺഫിഗറേഷൻ്റെ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിനെ പറ്റിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെയും അറിഞ്ഞിരിക്കണം. ബാക്കി ഇൻസുലേറ്റേഴ്സ് അങ്ങനെ പോകുന്നതിൻ്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഈ രണ്ട് സെമി കണ്ടക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ എന്താണ് കണ്ടക്റ്റീവ് മെറ്റീരിയൽസിൻ്റെയും അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെയും എന്ത് ചെയ്യുക, അറ്റോമിക് കോൺഫിഗറേഷനും അതിൻ്റെ അറ്റോമിക് നമ്പറുകളും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് പോവാം. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം കണ്ടക്ടർ? അലൂമിനിയം കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രൊഫഷണൽ കീയിലെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു കൊടുത്തിരുന്നത്, കാരണം ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു വാല്യൂ ആണ് കൊടുത്തിരുന്നത്. ഫൈനൽ ക്യൂ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടക്ടറാണ് ഈ പറഞ്ഞ കോപ്പറും അലൂമിനിയം. അത് കമ്പയർ ചെയ്തതിന് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഇഷ്ടം പോലെ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഓക്കെ, അതിൻ്റെ റെസിസ്റ്റിവിറ്റി, അതിൻ്റെ കണ്ടക്ടിവിറ്റി, അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ ആൽഫ, ഡെൻസിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ വാല്യൂസ് ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ടേബിൾ. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരുന്ന ടേബിൾ. ടെക്സ്റ്റ് ബുക്കിൽ ഡാറ്റാസ് അത്രയും കറക്റ്റ് അല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇത് റെഫർ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റിവിറ്റി. നമുക്കറിയാം ഈ പറഞ്ഞ കോപ്പറും അലൂമിനിയം എന്ത് തന്നെയാണ്, നല്ല കണ്ടക്ടേഴ്സ് തന്നെയാണ്. ഏറ്റവും നല്ല കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സിൽവർ ആണ്. ഓക്കെ, എന്താണ്, സിൽവർ ആണ്. ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടറും എന്ത് തന്നെയാണ്, സിൽവർ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ആര് വരുള്ളൂ, ഈ പറഞ്ഞ പോലെ കോപ്പർ വരുള്ളൂ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഗോൾഡ് ഉണ്ട്. ഓക്കെ, ഗോൾഡ് ഉണ്ട്, പിന്നെയാണ് അലൂമിനിയം വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ ഇതിനു മുമ്പ് കേരള PSC തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നല്ല കണ്ടക്ടർ എന്തായാലും അലൂമിനിയത്തെക്കാളും നല്ലത് എന്താണ്, കോപ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, കുറവാണ്. അലൂമിനിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് എന്ത് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ
കുറവെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏകദേശ വാല്യൂ 1.786 ഇൻറ്റു 10⁻⁸ ഓം മീറ്റർ ആണ്. ഇവിടെ 2.87 ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ. ഒന്ന് അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അത് നമുക്ക് R=ρL/A എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്, അത് ഓം മീറ്റർ. പിന്നെ അതിൻ്റെ ഓർഡർ ആണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതാ 10⁻⁻8 ആ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യാമെന്നോ നോട്ട് ചെയ്ത് വെച്ചാൽ അത്രയും കുറവാണെന്ത് അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ടാണ് നല്ല കണ്ടക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഒബ്സർവേഷൻ. അതിൻ്റെ ഒരു ഓർഡർ 10⁻⁻8 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇത് ബേസിക്കലി അനീൽഡ് കോപ്പറിൻ്റെയാണ് എക്സാക്ട്ലി 1.786 ഇൻറ്റു 10⁻⁸ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് 1.72 എന്ന് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 1.72 എന്ന് കാണാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞു ഇത് JB ഗുപ്ത എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു വാല്യൂ തന്നെയാണ് ഓക്കെ, ഇത് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്യണം. $20°C നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു വാല്യൂ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ 1.72 കാണാറുണ്ട്. അത്രയും ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും ഒരിക്കലും ഓപ്ഷനിൽ ചോദിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചേക്കുക. ഏകദേശം എന്താണ് 1.786 ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ. ഇവിടെ 2.87 ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ. ഓക്കെ, ശരി. അപ്പോൾ നമുക്കതിൻ്റെ കണ്ടക്ടിവിറ്റി നോക്കിയാലോ അല്ലേ. കണ്ടക്ടിവിറ്റി കുറവാർക്കാണ് ഈ പറഞ്ഞ പോലെ അലൂമിനിയത്തിനാണ് കമ്പയറിങ് ടു ഈ പറഞ്ഞ പോലെ കോപ്പർ അല്ലേ. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഇത് നമ്മൾ റെസിസ്റ്റിവിറ്റി റോ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ കണ്ടക്ടിവിറ്റി സിഗ്മ, അതായത് 1/ρ ആണ്. അപ്പം ഈ ഒരു വാല്യൂവിൻ്റെ 1/, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് ഈ കോപ്പറിൻ്റെ നമുക്ക് കണ്ടക്ടിവിറ്റി കിട്ടും. അതായത് 56 ഇൻറ്റു 10⁻⁶ മോ പെർ മീറ്റർ അഥവാ മോ മീറ്റർ ഇൻവേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സീമെൻസ് പെർ മീറ്റർ എന്ന് പറയാം. ഓക്കെ, എന്താണ് സീമെൻസ് പെർ മീറ്റർ. രണ്ടും കറക്റ്റ് തന്നെയാണ്. ആ രണ്ട് യൂണിറ്റും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെയും റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ഏകദേശം എത്ര കിട്ടും, 35 ഇൻറ്റു 10⁻⁶ മോ പെർ മീറ്റർ അഥവാ സീമെൻസ് പെർ മീറ്റർ. അപ്പോൾ ആ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യുക, ഈ 4 വാല്യൂസും എന്തായാലും പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ, കോപ്പറിൻ്റെയും അലൂമിനിയത്തിൻ്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റും ഈ വാല്യൂസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1083°C ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, ഞാനത് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ 1983 ഓക്കെ, നമ്മൾ വേൾഡ് കപ്പ് നേടിയൊരു വർഷമാണ് 1983. അതുകൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു പേരിലൊരു സിനിമയും കൂടെ ഉണ്ടല്ലേ 1983 എന്നുള്ള. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് പെട്ടെന്നൊന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 9ൻ്റെ ആ ഒരു ഇത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1083 എന്ന് കിട്ടും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, 1983 എന്നുള്ളത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് 1083 എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മയായിരിക്കും. ഓക്കെ, അലൂമിനിയത്തിന് മെൽറ്റിംഗ് പോയിന്റ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കുറവാണ്, അത് 660 ആണ് വരുന്നത്. ഓക്കെ, എത്രയാണ് 660. അപ്പോൾ ഈ ഒരു വാല്യൂ ഓർത്തിരിക്കാനുള്ള ചെറിയൊരു കാര്യം ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. 660°C. ഓക്കെ, പിന്നെ അതിൻ്റെ ഡെൻസിറ്റി അല്ലേ, ഈ പറഞ്ഞ പോലെ മാസ് പെർ വോളിയം, അതാണ് എന്ത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. 8.93 ഡെൻസിറ്റി കൂടുതൽ ആർക്കാണ്, കോപ്പറിന് 8.93 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അതുപോലെ ഇവിടെ എത്രയാണ് 2.7 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെ നിങ്ങൾ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ ആഡ് ചെയ്ത് വെച്ചേക്കണം. കാരണം കേരള PSന് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് നമ്മൾ കുറച്ച് പറഞ്ഞായിരുന്നല്ലേ ഡെൻസിറ്റി. ഓക്കെ, പിന്നെന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഡെൻസിറ്റിയും സ്പെസിഫിക് ഗ്രാവിറ്റിയുടെയും വാല്യൂസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, സെയിം തന്നെയാണ്. ഓക്കെ, അതായത് 8.93 ആയിരിക്കും ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ. അലൂമിനിയത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും എന്താ പറയുക 2.7 തന്നെയാണ്. അപ്പോൾ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? ഓക്കെ, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, അതിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത്, ഓക്കെ, വേറൊരു പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വേറൊരു പേരാണെന്ത്, റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിനെയോ റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്, വേറെ ആരെയുമല്ല. എന്താണ് ഈ പറഞ്ഞ പോലെ ഡെൻസിറ്റി ഓഫ് വാട്ടറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഏതൊരു സബ്സ്റ്റൻസിനെയും ഓക്കെ ഡെൻസിറ്റി ഓഫ് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ഈ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിനെന്തില്ല, സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്തില്ല, യൂണിറ്റ് ഇല്ല, അത് ഡയമെൻഷൻ ലെസ് ആണ്. ഓക്കെ, നോ യൂണിറ്റ് ആണ് എന്ത് ഈ പറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റികൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ വാല്യൂസ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ വാല്യൂസ് നമ്മുടെ ഈ പറഞ്ഞ പോലെ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് അപ്രോക്സിമേറ്റ്, അല്ലെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വാണ്ടിറ്റി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 8.93യും 2.7 എന്നുള്ള ഒരു യൂണിറ്റ് ഇല്ലാത്ത നമുക്ക് എന്ത് ചെയ്യണം ഒരു നമ്പർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്താ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഡെൻസിറ്റിയും സ്പെസിഫിക് ഗ്രാവിറ്റിൻ്റെ എന്താണ് ഈ പറഞ്ഞ പോലെ വാല്യൂ എന്താണ് സെയിം തന്നെയായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 8.93യും ഈ പറഞ്ഞ 2.7. അപ്പോൾ 2.7 നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഈ ഒരു ടേബിളിലെ എല്ലാ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുനിന്ന്. ഓക്കെ,
പിന്നെ കമ്പയർ ചെയ്ത് മാക്സിമം എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കുക. കാരണം ഇതിനകത്ത് ഏതാണ് കൂടുതലെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ? ശരി. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ത്, ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ ആൽഫ അല്ലേ? ആ ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. 0.00393 പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ എത്രയാണ്? 0.00403 പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ അല്ലേ? അതായത് നമുക്കറിയാം ഈ കണ്ടക്ടേഴ്സ് എല്ലാം മെറ്റൽസ് അല്ലേ, മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ് എന്ത് തന്നെയാണ്, കണ്ടക്ടേഴ്സ് തന്നെയാണ്. അവരുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ആൽഫ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം, പോസിറ്റീവ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇതെല്ലാം ക്ലാസ്സിൽ അല്ലേ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും എന്താണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ മെറ്റലിന്റെ കൂടും. അതാണ് എന്ത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ട്, നിങ്ങൾ സെമി കണ്ടക്ടേഴ്സിലൊക്കെ പഠിച്ചാണ്. അവിടെ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, നേരെ തിരിച്ചും സംഭവിക്കാം. ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. പോസിറ്റീവിന്റെ കേസിൽ. ഇവിടെ ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ഏതിന്റെ കേസിൽ? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ വേണം. പിന്നെ എന്താണ് അടുത്ത ഒരു പ്രോപ്പർട്ടി എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ആ ലെങ്ത്തിനുള്ള ഒരു എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ലീനിയർ എക്സ്പാൻഷൻ ഇൻ ദ സെൻസ് ലെങ്ത്. ഈ പറഞ്ഞ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താണ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡയമെൻഷൻസിൽ ചേഞ്ച് ഉണ്ടാവും. അതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. 17 × 10⁻⁻6 പെർ ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ എത്രയാണ്? ഇവിടെ അത് കൂടുതലാണ്. 23 × 10⁻⁻6 പെർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ഏകദേശം വാല്യൂ ആണിത് 220 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അതുപോലെ ഇവിടെ എത്രയാണ്? 70 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു വാല്യൂസ്, ഈ ടേബിളിലുള്ള എല്ലാ വാല്യൂസും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കാണാതെ പഠിച്ചു ചെയ്യുക. പരീക്ഷയുടെ തലേദിവസം എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ചിട്ട് പോവുക. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ തന്നെ, മീൻസ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ തന്നെയാണ്. ഇഷ്ടംപോലെ പ്രാവശ്യം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുമുണ്ട്. ശരി, നമുക്ക് ഈ ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിൻ്റെ റീസൺ മനസ്സിലായി നിങ്ങൾക്ക്? എന്തായിരുന്നു റീസൺ? ഇവിടെ 56, ബാക്കിയെല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഓർഡർ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു 10⁻6 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. ഓക്കെ, ഇത് അലൂമിനിയം മാറ്റിയിട്ട് കോപ്പർ യൂസ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഈ പറഞ്ഞ പോലെ 35 × 10⁻6. ആ ഒരു ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും വലിയ വാല്യൂ ആണത്. അതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സോറി, അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇൻറ്റു 10⁻6 ആണ് വരേണ്ടിയിരുന്നത്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഹാസ് ഗോട്ട് എ ഹയർ ഫോർ അലൂമിനിയം ഇൻ കമ്പാരിസൺ ടു ദാറ്റ് ഓഫ് എ കോപ്പർ? കണ്ടോ, കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അലൂമിനിയത്തിൻ്റെ ഏത് പ്രോപ്പർട്ടിക്കാണ് വലിയ വാല്യൂ എന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ലെവൽ ഒന്നും കൂടെ മാറ്റി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഫസ്റ്റ് നോക്കിയാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി അല്ല, റെസിസ്റ്റിവിറ്റി കൂടുതൽ ആർക്കാണ് അല്ലേ? കൂടുതൽ അലൂമിനിയത്തിനാണ്. കാരണം കണ്ടക്ടിവിറ്റി കുറവ് അലൂമിനിയത്തിന്. അപ്പോൾ ഓപ്ഷൻ എ വായിക്കുന്ന ഒരാൾക്ക് തന്നെ എന്താണ് ചാടി പിടിച്ചു പോയിട്ട് ആൻസർ ഓപ്ഷൻ എ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. വേറെ ഒന്നും വായിക്കേണ്ട കാര്യം. കാരണം എന്താണ്, ഏതാണ് ചോദിച്ചത്? ആകെ 4 ഓപ്ഷനേ ഉള്ളൂ. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ആണ് എന്ത്? ഈ പറഞ്ഞ പോലെ കോപ്പറിൻ്റെ കുറവ്, അലൂമിനിയത്തിൻ്റെ കൂടുതൽ. അപ്പോൾ എന്താണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, പക്ഷേ സപ്പോസ് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ചിലപ്പോൾ ഒരു 4 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ തരാം. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഓപ്ഷൻ എ എന്താണ്? 1 only. ഓപ്ഷൻ ബി 2 and 3 only. സി 1 and 4 only. ഡി ഓൾ. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മാറ്റി ചോദിച്ചതെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇതെല്ലാം ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ള മെൽറ്റിംഗ് പോയിന്റ് അറിയണം, തെർമൽ കണ്ടക്ടിവിറ്റി അറിയണം, ഈ പറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെൽറ്റിംഗ് പോയിന്റ് ആർക്കാണ് കൂടുതൽ? മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ കോപ്പറിനാണ് അല്ലേ? 1083യും ഈ പറഞ്ഞ പോലെ അലൂമിനിയം 660 ആണെന്ത് മെൽറ്റിംഗ് പോയിന്റ് ഡിഗ്രി സെൽഷ്യസും. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ കാര്യം കൂടുതലും നന്നായിട്ട് തെർമൽ കണ്ടക്ടിവിറ്റി ചെയ്യുന്ന ആരാണ്? ഈ പറഞ്ഞ കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറാണ്. അലൂമിനിയത്തെക്കാളും നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ആർക്കാണ്? കോപ്പറിനാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ കണ്ടാണ്, കുറച്ചും കൂടെ കണ്ടാണ് അല്ലേ? 8 ആണ് ആർക്കുള്ളത്? 8.9 അതാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ കോപ്പറിനുള്ളത്. അലൂമിനിയത്തിന് കുറവാണ്, 2.7 ഉള്ളൂ സ്പെസിഫിക് ഗ്രാവിറ്റി.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ടഫാക്കാൻ, ലെവൽ കൂട്ടാനായിട്ട് വരും. കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ ആ ക്വസ്റ്റ്യൻ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻ ലെവൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ആ പ്രത്യേകിച്ച് അതിൻ്റെ കമ്പാരിസൺ ടേബിൾ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചുള്ള ടേബിൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതൽ കോപ്പറാണ് കമ്പയറിംഗ് ടു അലുമിനിയം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. കണ്ടോ, അലുമിനിയം ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എത്രയാണ്, 2.7. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ഡെൻസിറ്റിയുടെ റേഷ്യോ ആണ്. വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ 1 gram per centimeter cube എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് അലുമിനിയം നമുക്കറിയാം 2.7 gram per centimeter cube ആണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2.7. കണ്ടോ, ഇവിടെ യൂണിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെന്താണ്, ഇത് എന്ത് ക്വാണ്ടിറ്റിയാണ്, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരള പീസിന് ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള പെർട്ടിക്കുലർ വാല്യൂസ്, ഓക്കെ, പ്രത്യേകിച്ച് അലുമിനിയത്തിൻ്റെയും കോപ്പറിനെ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇതൊക്കെ കേരള പീസിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. Which of the following statement is or are correct about resistance of pure metallic conductor? Okay, resistance of pure metallic conductor ന്റെ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റെസിസ്റ്റൻസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ അല്ലേ. റെസിസ്റ്റൻസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, നമുക്കറിയാം മെറ്റാലിക് കണ്ടക്ടറാണ്, ഉറപ്പായിട്ടും അതിൻ്റെ ടെമ്പറേച്ചർ കോഷ്യന്റ് റെസിസ്റ്റൻസ് ആൽഫ എന്താണ്, പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. ഉറപ്പായിട്ടും ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഓപ്ഷൻ എ, ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദി അബവ് ചാൻസ് ഉണ്ട് അല്ലേ. ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് അല്ലേ. അപ്പം എക്ക് ചാൻസ് ഉണ്ട്, ബി 1 and 3 ഇതിന് ചാൻസ് ഉണ്ട്, ഇതിന് ചാൻസ് ഇല്ല, ഇതിന് ചാൻസ് ഇല്ല. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, റെസിസ്റ്റൻസ് ഡിക്രീസ് വിത്ത് ഡിക്രീസിങ് ടെമ്പറേച്ചർ. ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്താണ്, അത് റോങ് ആണ് അല്ലേ. അപ്പോൾ ഓൾ ഓഫ് ദി അബോവും വരില്ല, പിന്നെന്താണ്, പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ ബി. ബാക്കി വായിക്കാൻ പോലും നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് ചെയ്യുക, പിന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള സ്റ്റേറ്റ്മെന്റ്, നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വേണം തുടങ്ങാൻ. എപ്പോഴും ഫസ്റ്റ് തന്നെ തുടങ്ങണമെന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ ഇത് വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്, ഓക്കെ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാം വായിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ മാക്സിമം എലിമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലത്തുള്ള ആൻസറിലേക്ക് എത്തുക. ഓക്കെ, ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് പ്രോബ്ലം നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എല്ലാം വായിച്ച് എല്ലാം നോക്കി ചെയ്യരുത്. നിങ്ങൾക്ക് ഉറപ്പുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ അതെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്ഷൻസ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് അത് എലിമിനേറ്റ് ചെയ്യുക ആദ്യം. എന്നിട്ട് വേണം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്തുക. ചിലപ്പോൾ എല്ലാം നമുക്ക് അറിയണമെന്നില്ല, നമുക്ക് അറിയാമെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം, റെസിസ്റ്റൻസ് ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അല്ലേ, ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. റെസിസ്റ്റൻസ് ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ ഏരിയ കറക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വെൻ കമ്പയർഡ് ടു കോപ്പർ അലൂമിനിയം ഹാസ് ഡാഷ് ഓഫ് കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അലൂമിനിയമായിട്ട് കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലൂമിനിയത്തിന് എത്ര കണ്ടക്ടിവിറ്റി ആണുള്ളത്, അത് പെർസെൻറ്റേജിലാണ് ചോദിച്ചത്. അപ്പോൾ ആ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് വരും. ഈ വാല്യൂ നിങ്ങൾ കാണാതെ പഠിച്ചെന്ന് വെക്കണം. എത്ര പെർസെൻറ്റേജ് കണ്ടക്ടിവിറ്റി ഉണ്ടാവുള്ളൂ അലൂമിനിയത്തിന്, 60.6%. ഇത് ടെക്സ്റ്റ് ബുക്കിലെ അതേ വാല്യൂ ആണ്, 60.6%. ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓപ്ഷൻസ് എല്ലാം അത്രയും ക്ലോസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി നിങ്ങൾ വേറൊരു ടെക്സ്റ്റ് ബുക്ക്, അതായത് JB ഗുപ്ത ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്നറിയോ, 60% എന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യരുത്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഇൻ കേസ് 60.6% ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ITIയുടെ ടെക്സ്റ്റ് ബുക്കിൽ 60.6% എന്നാണ്, JB ഗുപ്തയിൽ 60% എന്നാണ്. ഓക്കെ, ഇത് വേറൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് ഈ പറഞ്ഞ 60%, 60.6 ഇല്ല, പിന്നെ 55, ഓക്കെ, പിന്നെ 65, അങ്ങനെ സം വാല്യൂസ് ആണ് ഉണ്ടാവുക. അപ്പം നമ്മൾ അത് വെച്ച് നോക്കുക, അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഓപ്ഷനിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കറക്റ്റ് അത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എന്ത് ചെയ്യുക ആൻസർ സെലക്ട് ചെയ്യേണ്ടത്. അവിടെ കൊടുത്തേക്കുന്ന ആൻസർ 60%. അപ്പോൾ 2 ആൻസർ കേരള PC കൊടുത്തിട്ടുണ്ട്, അത് ആ ഓപ്ഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, ഇതിനകത്ത് 60.6 ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ സെലക്ട് ചെയ്യുക. സപ്പോസ് ആ 60.6% ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും അടുത്തായിട്ടുള്ള അതിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള 60% വേണം സെലക്ട് ചെയ്യേണ്ടത്. 2 പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട്, രണ്ടും ഡിഫറെൻറ്റ് രീതിയിലാണ് ചോദിച്ചത്. ഓക്കെ, വാല്യൂസ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എത്രയാണ്, 60.6. അപ്പം നമ്മൾ പഠിച്ചൊരു ഫാക്റ്റുമായിട്ട് ജസ്റ്റ് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഇത് അലൂമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി അല്ലേ ചോദിച്ചേക്കുന്നത് കമ്പയർ ടു കോപ്പർ.
നമുക്കറിയാം അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലേ, മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ് 660 ആണെന്ന് നമുക്കറിയാം. ആ 3 സംഖ്യയും എന്തുണ്ട് ഇതിനകത്തുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഓർഡർ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് 66.0 എന്ന് പഠിച്ചു വെച്ചേക്കരുത്. അതിനകത്തുള്ള ഇത് 60.6 നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മീൻസ് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 1083, അത് 1983 ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചൊരു ഫാക്റ്റുമായിട്ട് എന്ത് ചെയ്യാൻ പെട്ടെന്ന് റിലേറ്റ് 60.6 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു 3 ലെറ്റർ എന്തുണ്ട് അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് 66. ഓക്കെ, 660 ഓക്കെ ഡിഗ്രി സെൽഷ്യസ് ആണ് അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ പഠിച്ചൊരു ഫാക്റ്റുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റിലേറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ക്വസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് തരാം. അതായത് നമ്മൾ ഫോർ സെയിം റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യേണ്ട എന്ന് വിചാരിക്കുക. നമ്മൾ സെയിം ലെങ്ത്തും എടുക്കുകയാണ് കേട്ടോ, സെയിം ലെങ്ത്താണ് നമ്മൾ സെയിം ലെങ്ത്തുള്ള നമ്മൾ കോപ്പറും എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ സെയിം കറണ്ട് തന്നെ ഫ്ലോ ചെയ്യണമെങ്കിൽ അലൂമിനിയത്തിൻ്റെ നമുക്കറിയാം കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി കുറവായതുകൊണ്ട് തന്നെ അലൂമിനിയത്തിൻ്റെ വോളിയം എന്തായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സെയിം കറണ്ട് തന്നെ അല്ലെങ്കിൽ സെയിം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അലൂമിനിയത്തിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, നമ്മളിവിടെ സെയിം ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത് രണ്ട് കേസിലും, കാരണം നമ്മൾ വോളിയമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 ആംപിയർ കേട്ടോ, ഒരു എക്സാമ്പിളാണ്. 10 ആംപിയർ ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കോപ്പറിന് എന്താണ് ഇത്രയും ക്രോസ് സെക്ഷണൽ ഏരിയ മതി. മറിച്ച് ഈ പറഞ്ഞ പോലെ സെയിം 10 ആംപിയർ അലൂമിനിയത്തിലൂടെ പോവുകയാണെങ്കിൽ എന്താണ് ഇത്രയും ക്രോസ് സെക്ഷണൽ ഏരിയ വേണ്ടി വരും. കാരണം കണ്ടക്ടിവിറ്റി ആർക്കാണ് കൂടുതൽ, കണ്ടക്ടിവിറ്റി കൂടുതൽ ഈ പറഞ്ഞ പോലെ കോപ്പറിനാണ് കമ്പയറിങ് ടു അലൂമിനിയം. അതുകൊണ്ടാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ് കൂടുതലായിട്ട് ആർക്കായിരിക്കും, അലൂമിനിയത്തിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയത്തിൻ്റെ ടൈംസ് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ടൈംസ് പറയാമെന്നറിയോ, 1.61 ടൈംസ് നമുക്ക് പറയാം. അതായത് ഇതിൻ്റെ ഒരു വോളിയം എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഈ കോപ്പറിന് നമ്മൾ വോളിയം എടുക്കുകയാണെങ്കിൽ എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പം 100 മില്ലിമീറ്റർ ക്യൂബാന്ന് വിചാരിച്ചു ഇതിൻ്റെ വോളിയം. അങ്ങനെയാണെങ്കിൽ അലൂമിനിയത്തിന് ഈ സെയിം എമൗണ്ട് ഓഫ് കറണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സെയിം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യണമെങ്കിൽ എത്ര വോളിയം വേണ്ടി വരും എന്നറിയോ, ഇതിൻ്റെ 1.61 അതായത് 161 mm3. അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് പറയാം. ഇതിൻ്റെ ഈ പറഞ്ഞ ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ലെങ്ത് ആണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ 100 mm² ആണെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയായിരിക്കും, 161 mm² ആയിരിക്കും വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ നിങ്ങൾക്ക് വേണം. ആ 1.61 ടൈംസ് വോളിയം റിക്വയർഡ് എന്നുള്ള ഒരു വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഡയാമീറ്റർ. ഓക്കെ, ഡയാമീറ്ററിൻ്റെ ടേംസിൽ നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഡയാമീറ്റർ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡയാമീറ്റർ കൂടുതൽ ആർക്കാണ് വേണ്ടത്, അലൂമിനിയത്തിനായിരിക്കും. അത് എത്ര ടൈംസ് ആയിരിക്കും, ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഏകദേശം 1.26 ടൈംസ് എന്താണ് ഡയാമീറ്റർ വേണ്ടി വരും. കോപ്പർ ഇപ്പോൾ 100 mm ആണ് ഡയാമീറ്റർ എങ്കിൽ അലൂമിനിയത്തിന് എത്ര വേണം, 126 mm ഡയാമീറ്ററുള്ള ക്രോസ് സെക്ഷൻ ഏരിയ വേണം. അപ്പോൾ അതാണ് പോയിന്റ്. അപ്പോൾ ആ 2 പോയിന്റ് കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർ സെയിം റെസിസ്റ്റൻസ് ഫോർ എ ഗിവൺ ലെങ്ത് ദി അലൂമിനിയം റിക്വയർഡ് വിൽ ബി 1.61 ടൈംസ് ഓഫ് ദാറ്റ് ഓഫ് കോപ്പർ ഇൻ വോളിയം ആൻഡ് 1.26 ടൈംസ് ഓഫ് ദാറ്റ് ഓഫ് കോപ്പർ ഇൻ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ആ 2 പോയിന്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം നമ്മൾ കണ്ടാണ് 660 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ബി ആണ് എന്ത് ഇതിൻ്റെ കറക്റ്റ് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ 1083. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. അലൂമിനിയം ഓറീസ് അല്ലെ, നമ്മൾ പ്യുവർ ഫോം ഓഫ് നമുക്ക് അലൂമിനിയം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഓർ അല്ല അലൂമിനിയത്തിൻ്റെ ഓർ എന്താണ് ഈ പറഞ്ഞ ബോക്സൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓറിൻ്റെ പേര് അലൂമിനിയത്തിൻ്റെ ഓർ കറക്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക, അത് ബോക്സൈറ്റ് ആണ്. ഓക്കെ, അലൂമിനിയം ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ പ്യുവർ ഫോം ആൻഡ് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ആൻ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ഫ്രോം ഇറ്റ്സ് ഓർ ബോക്സൈറ്റ്. അപ്പം അലൂമിനിയത്തിൻ്റെ ഓർ എന്താണെന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കുക, അത് ബോക്സൈറ്റ് ആണ്. ഓപ്ഷൻ എ ആണെന്ത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റൈസ് ഇൻ ടെമ്പറേച്ചർ ഓൺ മെറ്റൽസ് വിൽ അല്ലേ, റൈസ് ഇൻ ടെമ്പറേച്ചർ ഓൺ മെറ്റൽസ് വിൽ എന്തായിരിക്കും, ഡിക്രീസ് റെസിസ്റ്റൻസ് ഇൻക്രീസ് റെസിസ്റ്റൻസ് അല്ലെ. റൈസ് ഇൻ ടെമ്പറേച്ചർ ഉറപ്പായിട്ടും റൈസ് ഇൻ റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പം ഇൻക്രീസ് റെസിസ്റ്റൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് എന്ത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. കാരണം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ പോസിറ്റീവ് ആയതുകൊണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അലൂമിനിയം ബിക്കം സൂപ്പർ കണ്ടക്ടർ അറ്റ്, അല്ലെ ഏത് ടെമ്പറേച്ചറിലാണ് അലൂമിനിയം സൂപ്പർ കണ്ടക്ടർ ആവുന്നത്? അല്ലെ സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അല്ലെ സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് 0 ആയിട്ട് കാണാനായിട്ട് വരും. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഏതാണെന്നാണ് ചോദ്യം. അതാണ് ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലൂമിനിയത്തിന്റെ എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അഥവാ സൂപ്പർ കണ്ടക്ടർ ആവുന്ന ആ ഒരു ടെമ്പറേച്ചർ എത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. നോർമലി നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ നമ്മളൊരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ എന്താ നോർമൽ മെറ്റൽസിൻ്റെ ഈ പറഞ്ഞ പോലെ എന്താണ് ടെമ്പറേച്ചർ കുറയുന്തോറും അതിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ അലൂമിനിയം നമുക്കറിയാം ഒരു കണ്ടക്ടറാണ്. ടെമ്പറേച്ചർ കുറയുന്തോറും എന്താണ് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നേരെ 0യിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ താഴത്ത് എന്താണ് അത് സൂപ്പർ കണ്ടക്ടറായിട്ടാണ് ആക്ട് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഏകദേശ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1.2 കെൽവിനാണ്. ഓക്കെ, ഏകദേശം 1.2 കെൽവിൻ. നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് എത്ര പറയാം? അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ മൈനസ് വരെയുള്ളൂ 272.15 ഡിഗ്രി സെൽഷ്യസ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്, ഈ ഓപ്ഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. കാരണം എന്താണ്? നമുക്കറിയാം ടെമ്പറേച്ചർ കുറച്ചാൽ മാത്രമേ റെസിസ്റ്റൻസ് കുറയുള്ളൂ അലൂമിനിയത്തിൻ്റെ. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്താണ് ആ ബാക്കിലേക്ക് തന്നെ വന്നാലേ പറ്റുള്ളൂ, അല്ലേ? റൂം ടെമ്പറേച്ചറിൽ നമുക്കറിയാം അതൊരു സാധാരണ കണ്ടക്ടറാണ്. അപ്പോൾ അതിനേക്കാളും കുറവായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എത്തിയിട്ട് അത് സൂപ്പർ കണ്ടക്ടർ ആക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല മൈനസ് വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഏകദേശം ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും ഇതിനെപ്പറ്റിയുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ സി എന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒന്നുമില്ല അത് ഫാരഡ് മീൻസ് കെൽവിനിൽ അതിൻ്റെ വാല്യൂ ഓർത്ത് വെച്ചാൽ 1.2 കെൽവിൻ. അപ്പം കെൽവിനും ഡിഗ്രി സെൽഷ്യസും ആ ഒരു കൺവേർഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ കെൽവിൻ ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 273.15 ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം, അല്ലേ? ഡിഗ്രി സെൽഷ്യസിൽ ഓക്കെ ഇതുമായിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം ഏകദേശം 1.2 കെൽവിനാണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറിന് ഡിഗ്രി സെൽഷ്യസ് കിട്ടണമെങ്കിൽ 1.2 മൈനസ് ഏകദേശം 273.15 ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും -272.15 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സൂപ്പർ കണ്ടക്ടറിൻ്റെ. A superconductor is defined as a substance that offers no resistance to the electrical current when it becomes a colder than a critical temperature. Critical temperature-നേക്കാളും colder ആയി കഴിയുമ്പോൾ എന്താണ്? അതൊരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറ്റും. അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, റെസിസ്റ്റിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഒരു എക്സാമിന് അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ്, ഓക്കെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് ഇസഡിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഓൾറെഡി സെൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് ഓഫ് അലൂമിനിയം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ആ ഒരു വാല്യൂ കൂടെ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദി നോൺ മെറ്റൽ ദാറ്റ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അല്ലേ? ഫൈബർ, പോർസലൈൻ, ഗ്രാഫൈറ്റ്, PVC. അത് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും, അല്ലേ? എന്നാൽ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് ആയിരിക്കും, അല്ലേ? ബേസിക്കലി ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഫോം ആണ്, അല്ലേ? കാർബണിൻ്റെ ഒരു ഫോം ആണ് എന്ത് ഈ പറഞ്ഞ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു ഫോമാണ് എന്ത്? ഡയമണ്ട്, അല്ലേ? ഡയമണ്ട്. കാർബൺ ബേസിക്കലി എന്താണ്? അതൊരു നോൺ മെറ്റലാണ്. അറ്റോമിക് നമ്പർ 6 ആയിട്ടുള്ള ഒരു നോൺ മെറ്റലാണ് എന്ത്? കാർബൺ എന്ന് പറയുന്നത്. ഇത് രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് രണ്ടിനും ഉള്ളത്, ഗ്രാഫൈറ്റും ഡയമണ്ടിനും, അല്ലേ? ഇതാണ് പിന്നെ എന്ത് ചെയ്യും? കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. കണ്ടക്ടിവിറ്റി കൂടുതലുള്ള ആർക്കാണ്? ഗ്രാഫൈറ്റിനാണ് കമ്പയറിംഗ് ടു ഡയമണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റും ഇലക്ട്രിസിറ്റിയുടെയും ഗുഡ് കണ്ടക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? നമുക്കറിയാം എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ, അയൺ വയർ, കോപ്പർ വയർ, ബ്രാസ് വയർ, അല്ലേ? ഈ ബ്രാസ് വയർ കമ്പയറിംഗ് ടു കോപ്പർ എന്ന് പറഞ്ഞാൽ ഏകദേശം 28%. ഓക്കെ, 28% മാത്രമേ കണ്ടക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് എന്താണ്? ബ്രാസിന് ഏകദേശം 28% കണ്ടക്ടിവിറ്റി ഉള്ളൂ. അയൺ വയർ അതിനേക്കാളും കണ്ടക്ടിവിറ്റി കുറവാണ്. ഈ പറഞ്ഞ സ്റ്റീലിനും എന്ത് തന്നെയാണ്? കണ്ടക്ടിവിറ്റി കുറവാണ്. അപ്പം ബോത്ത് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആർക്കാണുള്ളത്? ഈ പറഞ്ഞ പോലെ കോപ്പർ വയറിന് തന്നെയാണ്. ഓപ്ഷൻ സി ആണ് എന്ത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോൾ നിങ്ങൾ എല്ലാ ഓപ്ഷൻസും കമ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് ആൻസറിലേക്ക് എത്തേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് പ്രോപ്പർട്ടി ഓഫ് ദി കണ്ടക്ടർ ഫ്രം ദി ഫോളോയിങ്. ആ പ്രോപ്പർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്, ലോ കണ്ടക്ടിവിറ്റി, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കനോട്ട് ഈസിലി ജോയിൻഡ്. ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്, അല്ലേ? ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്?
എന്താണ് ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്? ബേസിക്കലി അത് എന്ത് തന്നെയാണ് അല്ലേ? R ഈസ് ഈക്വൽ ടു റോ L ബൈ എ. എയും യൂണിറ്റ് എടുക്കുക, എല്ലും യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ആ ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ? ആ എല്ലും എയും നമ്മൾ യൂണിറ്റി ആണെങ്കിൽ ആ കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി തന്നെയാണ്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ബേസിക്കലി എന്തിനാണ് ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോ റെസിസ്റ്റിവിറ്റി തന്നെയാണ്. അപ്പം കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി അതാണോ? ലോ റെസിസ്റ്റിവിറ്റി ആയിരിക്കണോ? അത് തന്നെയാണ് അല്ലേ? അത് ലോ ആയിരിക്കണം. ലോ കണ്ടക്ടിവിറ്റി അത് റോങ് ആണ് അല്ലേ? ഹൈ കണ്ടക്ടിവിറ്റി ആയിരിക്കണം. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണോ? അല്ല. പോസിറ്റീവ് ടെമ്പറേച്ചർ ഓഫ് കോഎഫിഷ്യന്റ് ആയിരിക്കണം. കനോട്ട് ഈസിലി ജോയിൻഡ് ആണോ? ഈസിലി ചെയ്യാൻ പറ്റണം അല്ലേ? ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ എ, ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്. കറക്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കണം. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ അലൂമിനിയം ആറ്റം ഈസ് അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്ന ആ അലൂമിനിയം ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ അല്ലേ? അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ബേസിക്കലി നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ പറയുന്നത് അലൂമിനിയം എന്തായാലും പഠിച്ചു വെച്ചേക്കുക, അതിൻ്റെ അറ്റോമിക് നമ്പർ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കോപ്പറും പഠിച്ചു വെച്ചേക്കുക. പിന്നെ സെമി കണ്ടക്ടർ ഫിസിക്സിനകത്ത് നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യുക, കോൺഫിഗറേഷനും ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഒരു മെറ്റൽ ഈ പറഞ്ഞ പോലെ കണ്ടക്ടറിനെ കൂടെ പഠിച്ചു വെച്ചേക്കുക, അത് സിൽവറാണ്. ഓക്കെ, സിൽവറിനെ കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. കാരണം ഏറ്റവും നല്ല കണ്ടക്ടിവിറ്റി ഉള്ള ആർക്കാണ്? ഈ പറഞ്ഞ പോലെ സിൽവറിനാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അലൂമിനിയം ആറ്റത്തിന് എത്രയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത്? അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 13 ആണ് അല്ലേ? അതിൻ്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2, 8, 3 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 13 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഇത് ഫസ്റ്റ് ഓർബിറ്റലിൽ ഫസ്റ്റ് ഷെല്ല്, ഇത് സെക്കൻഡ് ഷെല്ല്, ഇത് തേർഡ് ഷെല്ല്. വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണുള്ളത്? വാലൻസ് ഇലക്ട്രോൺസ് 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 29 ആരെയാണ് അല്ലേ? 29 അറ്റോമിക് നമ്പർ ഉള്ളത് കോപ്പറിനാണ് അല്ലേ? കോപ്പറാണ് 29 അറ്റോമിക് നമ്പർ ഉള്ളത്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 2, 8, 18. ഇപ്പോൾ എത്രയായി? 20, 10, 28, 1, 29. ഇവിടെ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഈ പറഞ്ഞ പോലെ 29 ഇലക്ട്രോൺസ് ഉണ്ട്. വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 1 ആണുള്ളത്. എത്ര ഷെല്ലിന്? ഫസ്റ്റ് ഷെല്ലിനകത്ത് 2 ഉണ്ട്, സെക്കൻഡിനകത്ത് 8 ഉണ്ട്, തേർഡിനകത്ത് 18 ഉണ്ട്, ഫോർത്തിനകത്ത് 1 ഉണ്ട്. ഓക്കെ, ഒരു ചോദ്യമാണ്, തേർഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത് കോപ്പറിൻ്റെ? 18 എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചൊന്നുമില്ലായിരുന്നു, അത് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ സിൽവർ അല്ലേ? സിൽവറിൻ്റെ എത്രയാണ് അറ്റോമിക് നമ്പർ? സിൽവറിൻ്റെ 47 ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2, 8, 18, 18, 1. അപ്പോൾ 47 ആയില്ലേ? ഇതാണിത് സിൽവറിൻ്റെ അറ്റോമിക് കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ 47 ആണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാലൻസി ഓഫ് അലൂമിനിയം ആറ്റമീസ് അല്ലേ? എത്രയാണ് വാലൻസി? 3 ആണ്. ആൻസർ എ ആണ്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദി തേർഡ് ഷെൽ ഓഫ് ദി കോപ്പർ ആറ്റം? നമ്മൾ കുറച്ച് മുമ്പ് കണ്ടാണ് അറ്റോമിക് നമ്പർ 29 ആണ്. തേർഡ് ഷെല്ലിൽ എത്രയായിരിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. 2, 8, 18, 1 ആണ്. തേർഡ് ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓപ്ഷൻ എ 18 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ 18 ഇലക്ട്രോൺസ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ? 1s2 2s2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം 1s2 അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ്. 2s2 2p6, അത് 2ഉം 6ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഓർബിറ്റ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഉണ്ട് അല്ലേ? തേർഡിൽ എത്രയുണ്ട്? 3s2 3p6 3d10 ഉണ്ട്. ഇവിടെ 6, 2, 8, 18 ഇലക്ട്രോൺസ് ഉണ്ട് തേർഡ് ഓർബിറ്റിൽ. 4s1 ആണ്. അവസാനത്തിൽ ഒരെണ്ണമാണുള്ളത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മോസ്റ്റ് മെറ്റൽ ദാറ്റ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കണം. നമുക്കറിയാം മെറ്റൽസ് അല്ലേ? മെറ്റൽസ് എന്താണ്? ഗുഡ് കണ്ടക്ടേഴ്സ്. മോസ്റ്റ് മെറ്റൽസ് എന്തിനാണ്? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി തന്നെയാണ്. അപ്പം അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അലൂമിനിയം എടുക്കുകയാണെങ്കിലും കോപ്പർ എടുക്കുകയാണെങ്കിലും പിന്നെന്താണ് നമ്മുടെ സിൽവർ, ഏറ്റവും നന്നായിട്ട് കണ്ടക്ട് ചെയ്യണ മെറ്റലായ സിൽവർ എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ കണ്ടായിരുന്നു 3 കണ്ടായിരുന്നു അല്ലേ? കോപ്പറിന് എത്രയാണ്? 1 കണ്ടായിരുന്നു. ഇതിൻ്റെയും 1 കണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ എ ഒരിക്കലും ആവില്ല. വാലൻസ് ഇലക്ട്രോൺസ് 4 വരില്ല.
3, 2, 1 ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ പോലെ മെറ്റൽസിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ തന്നെയാണ്. 3 ഉണ്ടാവും, 2 ഉണ്ടാവും, 1 ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ ഡി എ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. നോർമലി എത്രയാണ്? ഏകദേശം 1 to 3 വരെയൊക്കെ പോകാറുണ്ട്, ആ റേഞ്ച് കാണാറുണ്ട്. ബട്ട് നമുക്കിവിടെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഏറ്റവും കുറവായിട്ടുള്ള വാലൻസ് ഇലക്ട്രോൺസ് 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് വരുന്ന ആൻസർ. ഓക്കെ, നോക്കിയേ, മെറ്റൽസ് വിൽ ഹാവ് 1 to 3 ഇലക്ട്രോൺസ് ഇൻ ദെയർ ഔട്ടർമോസ്റ്റ് ഷെൽ. അതിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇത് കേരളാപ്പിസിന് ചോദിച്ചിട്ട് ചോദ്യമാണ് കേട്ടതല്ല. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ആ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ ആ പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കറക്റ്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഇൻ എ കണ്ടക്ടർ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഈസ് 8. ഇൻ എ കണ്ടക്ടർ 7 നമ്പർ ഓഫ് ഇൻകംപ്ലീറ്റ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഔട്ടർമോസ്റ്റ് ഷെൽ. ഇൻ എ കണ്ടക്ടർ കണ്ടെയ്ൻസ് ഇൻകംപ്ലീറ്റ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദി ഓർഡർ ഓഫ് 5, 6 or 7 in the outermost shell. In a conductor contains incomplete valence electrons in the order of 1, 2, 3 in the outermost shell. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് വരുന്ന ആൻസർ? നമ്മൾ കുറച്ച് മുമ്പ് കാണണമല്ലേ, 1, 2, 3 വരെ വരാം. എന്ത് കണ്ടക്ടേഴ്സിൻ്റെ കേസ്? അത് മെറ്റൽസ് തന്നെയാണ്. മോസ്റ്റ് മെറ്റൽസ് എന്ത് തന്നെയാണ്? കണ്ടക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ അതായിരിക്കും എന്ത് കറക്റ്റ് വരുന്ന ആൻസർ. ഇതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. മറ്റൊന്നിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഇതാണ് കുറച്ചുകൂടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഡി തന്നെയാണ്. 1, 2, 3 വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കാണാറുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോപ്പർ യൂസ്ഡ് ഇൻ ഇലക്ട്രിക് വയർ ഷുഡ് ഹാവ് എ വെരി ഹൈ ഡിഗ്രി ഓഫ് പ്യൂരിറ്റി. സേ, എത്രയാണ് ആ പ്യൂരിറ്റി എന്നാണ് ചോദിച്ചത്? പെർസെൻറ്റേജിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേരള പീസിനെ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ പറഞ്ഞ പോലെ അതർ സ്റ്റേറ്റിലെ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ഡാറ്റയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് സ്പെഷ്യലായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മേ ബി ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഹൈ ഡിഗ്രി ഓഫ് പ്യൂരിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വാല്യൂ തന്നെ സെലക്ട് ചെയ്യുക. 99.9%. അത് ടെക്സ്റ്റ് ബുക്കിലെ ഡാറ്റയാണ്. ഈ പോയിന്റ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കോപ്പറിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത്രയാണ് 99.9%. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദി ബെസ്റ്റ് കണ്ടക്ടർ? ഇതിനകത്തുള്ള ബെസ്റ്റ് കണ്ടക്ടർ ഏതെന്നാണ് ചോദ്യം. ഒരു ഡൗട്ടും ഇല്ല, ഏതായിരിക്കും? സിൽവർ ആയിരിക്കും അല്ലേ? സിൽവർ. അതിൻ്റെ ഓർഡർ നിങ്ങളൊന്ന് ആലോചിക്കുക. സിൽവർ കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്? കോപ്പർ അല്ലേ? കോപ്പർ. പിന്നെ ആരാണ്? പിന്നെ നമുക്ക് അലൂമിനിയം പറയാം അല്ലേ? പിന്നെയാണ് ആര്? അയൺ പറയണം അല്ലേ? അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ആരാണ്? അത് സിൽവറാണ്. പിന്നെ വേറൊരു എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് 4 ഇതുപോലെ തന്നിട്ടുണ്ടാവും. അതിനകത്ത് ഈ പറഞ്ഞ അയൺ ഇല്ല, ഗോൾഡ് ആണ്. ഓക്കെ, ഗോൾഡ്. എന്നിട്ട് എന്ത് ചെയ്യാം? അത് കണ്ടക്ടിവിറ്റിയുടെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ്? നമുക്ക് ഈ പറഞ്ഞ സിൽവർ ആണ്. അത് കഴിഞ്ഞാണ് ഏറ്റവും നല്ല കണ്ടക്ടർ. പിന്നെ ആരാണ്? കോപ്പർ. പിന്നെ വരുന്ന ആരാണ്? ഗോൾഡ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഗോൾഡ് ആണ്. അത് കഴിഞ്ഞാണ് പിന്നെ ആര് വരുന്നത്? ഈ പറഞ്ഞ പോലെ അലൂമിനിയം വരുന്നത്. ഓക്കെ, ആ ഒരു ഓർഡറും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി കുറവ് ആർക്കായിരിക്കും? ഈ പറഞ്ഞ പോലെ സിൽവറിനാണ്. പിന്നെ കുറവ് കോപ്പറിനാണ്. പിന്നെ കൂടുതൽ കോപ്പറിനാണ്. പിന്നെ കൂടുതൽ ഗോൾഡിനാണ്. പിന്നെ കൂടുതൽ ആർക്കാണ്? അലൂമിനിയാണ്. ഓക്കെ, കണ്ടക്ടിവിറ്റി കൂടുതൽ എന്താണ്? ഓക്കെ, കണ്ടക്ടിവിറ്റി കൂടുതൽ സിൽവറിനാണ്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി കുറവ് ആർക്കാണ്? കുറവ് സിൽവറിനാണ്. ഇതിനകത്ത് കൂടുതൽ ആർക്കാണ്? ഇതിനകത്ത് കൂടുതൽ അലൂമിനിയത്തിനാണ്. ഓക്കെ, നേരെ തിരിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? അത് ആ ഒരു ഓർഡർ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 4 എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പം ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ കണ്ടക്ടർ? ഓക്കെ, നോട്ട് യൂസ്ഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ കോപ്പർ അല്ല. ഓപ്ഷൻ ബി അലൂമിനിയം അല്ല. ഓപ്ഷൻ സി സിൽവർ. എന്താണ്? കോസ്റ്റ്ലി ആണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, ബട്ട് എന്താണ്? നല്ല കണ്ടക്ടർ തന്നെയാണ് അല്ലേ? അപ്പോൾ സിയും അല്ല. പിന്നെ ആരാണ് വരുന്നത്? ഓപ്ഷൻ ഡി കാർബൺ അല്ലേ? നമ്മൾ കാർബൺ ബ്രഷസ് എന്നൊക്കെ പഠിച്ചല്ലേ? പക്ഷെ അതിനെന്തുണ്ട്? അതിന് കണ്ടക്ടിവിറ്റി ഉണ്ട്. പക്ഷേ കാർബൺ എന്ത് ഫോമിലാണ്? അത് ഗ്രാഫൈറ്റ് ഫോമിലാണെങ്കിലും നമുക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം എന്താണ് ഇതിനകത്ത് വരുന്ന ആൻസർ? ഓപ്ഷൻ ഡി കാർബൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദി സെയിം സൈസ് ഓഫ് കണ്ടക്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് possess least resistance? ഓക്കെ,
ഫോർ ദി സെയിം സൈസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്രോസ് ഏരിയ എല്ലാത്തിൻ്റെ എന്തായിരിക്കും, സെയിം ആണെന്നാണ് പറയുന്നത്. ലീസ്റ്റ് റെസിസ്റ്റൻസ് കാണിക്കുന്ന ആരായിരിക്കും അല്ലേ. നമുക്കറിയാം R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. സെയിം സൈസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ലെങ്ത്തും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കാം, ഈ പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കാം. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്താണ്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ ആയിട്ട് മാറും. ലീസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളവർക്ക് എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും, ലീസ്റ്റ് തന്നെ ആയിരിക്കും അല്ല. അപ്പോൾ ഇതിനകത്ത് തന്നേക്കുന്നതിൽ ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി ഉള്ള ആരാന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും നല്ല കണ്ടക്ടിവിറ്റി ഉള്ള ആരാന്ന് കണ്ടുപിടിക്കുക. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും നല്ല കണ്ടക്ടിവിറ്റി ഉള്ള ആർക്കാണ് അതിനകത്ത്. സിൽവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി കോപ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റിവിറ്റിയുടെ ഒരു ഓർഡർ ഏകദേശം നമുക്ക് എന്താണ് ഒരു ഐഡിയ വേണം. എല്ലാ വാല്യൂസും കാണാതെ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഓർഡർ ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചേക്കുക. ഇത് റെസിസ്റ്റിവിറ്റി താഴ്ത്തു വരുന്നതോറും എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി ആർക്കാണ്, ഈ പറഞ്ഞ പോലെ സിൽവറിനാണ്. അതുകൊണ്ട് അതിന് ബെസ്റ്റ് കണ്ടക്ടർ നമ്മൾ പറയുന്നത്. അതിൻ്റെ ഓർഡർ നോക്കിയാൽ 10⁻⁸. ഇതിൻ്റെ വാല്യൂസ് നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇവിടെ കോപ്പർ, പിന്നെ അനീൽഡ് കോപ്പർ. ഓക്കെ, അനീൽഡ് കോപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഹീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അനീൽഡ് കോപ്പർ ആക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറയുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുന്നത്. ഓക്കെ, കോപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനീൽഡ് കോപ്പറിന് എന്താണ് ശരിക്കും റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. ഓർഡർ നോക്കിയാൽ ഏകദേശം എല്ലാ മെറ്റൽസിൻ്റെ എന്താണ് 10⁻⁻8 തന്നെയാണ്. ടങ്സ്റ്റൺ 10⁻⁻8. അത് കഴിഞ്ഞിട്ടാണ് അയണൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ ഇവിടെ നോക്കിയേ, കാർബൺ ഗ്രാഫൈറ്റ് ഫോമിലൊക്കെയാണ് ഏകദേശം 10⁻⁻5 ആണ് വരുന്നത്. അത് ഡയമണ്ട് ആണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഒരു ഹൈ വാല്യൂ ആയിരിക്കും വരുന്നത്. ഇൻസുലേറ്ററിൻ്റെ ആ ഒരു റേഞ്ച് ആയിരിക്കും വരുന്നത്. ഇൻസുലേറ്ററിൻ്റെ ഒക്കെ നോക്കിയാൽ 10⁻13 ആണ് വരുന്നത്. അപ്പോൾ ഏകദേശമാണിത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ വെച്ചേക്കുക. ശരി, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഗുഡ് കണ്ടക്ടർ. ഇതിനകത്തുള്ളതിൽ ഏറ്റവും നല്ല കണ്ടക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ വായിച്ച് നോക്കിയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ചൈന ക്ലേ, പോർസലൈൻ, ഗ്രാഫൈറ്റ്, ഗ്ലാസ് അല്ലേ. ഇതെല്ലാം നമ്മൾ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ്. ഈ മൂന്നും എന്ത് തന്നെയാണ്, ഇത് മൂന്നും ഇൻസുലേറ്റർ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ പറഞ്ഞ റെസിസ്റ്റിവിറ്റിയുടെ ഓർഡറൊക്കെ 10⁻13 ആ റേഞ്ചൊക്കെ വരും അല്ലേ. നമ്മൾ ഗ്രാഫൈറ്റ് കണ്ടാണ് 10⁻⁻5 ആണ്. അത്യാവശ്യം നല്ല കണ്ടക്ടിവിറ്റി ഉള്ളതാണ് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഗ്രാഫൈറ്റിനാണ് നല്ല കണ്ടക്ടിവിറ്റി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പം ആ ഓപ്ഷൻ വായിച്ച് നോക്കി റിലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആൻസറിലേക്ക് എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അല്ലാതെ ഗ്രാഫൈറ്റ് ഒരു നല്ല കണ്ടക്ടറാണ് അങ്ങനെ പഠിച്ചു വെച്ചേക്കരുത്. കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ളതിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ആരാണ്, ബാക്കി എല്ലാം ഇൻസുലേറ്റേഴ്സ് ആയതുകൊണ്ട് ഗ്രാഫൈറ്റ് അല്ലേ, കാർബൺ ഫോമാണ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ. അതെന്താണ്, അത്യാവശ്യം നല്ല കണ്ടക്ടിവിറ്റി ഉള്ളതാണ്. ആൻസർ എന്താണ്, ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ ബ്രഷസ് ഇൻ എ DC മെഷീൻ അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ് പഠിച്ചിട്ടുള്ളതാണ് എന്ത്, കാർബൺ ബ്രഷസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. കാർബൺ അല്ലേ, അറ്റോമിക് നമ്പർ 6 ആയിട്ടുള്ള ഒരു നോൺ മെറ്റലാണ്. ഇൻ ദി ഫോം ഓഫ് ഗ്രാഫൈറ്റ് ആണ് നമ്മൾ ജനറലി എന്ത് ചെയ്യണത്, നമ്മൾ യൂസ് ചെയ്യണത്. പക്ഷേ സ്മോൾ മെഷീൻസിൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ കാർബൺ കോപ്പർ യൂസ് ചെയ്യാറുണ്ട്. കോപ്പർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. അതുകൊണ്ടാണ് കാർബൺ കോപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്മോൾ മെഷീൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കാർബൺ ഗ്രാഫൈറ്റ് അല്ലേ, കാർബൺ ഗ്രാഫൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ലാർജ് മെഷീൻസിൽ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ എന്തുകൊണ്ട് കാർബൺ യൂസ് ചെയ്യണം, അതിനെന്താണ് കുറച്ച് നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്, ഇതിന് എന്താണ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ആർക്കുണ്ട്, കാർബൺ ഉണ്ട്. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടി. രണ്ടാമത് എന്താണ്, ഇത് ഫ്രിക്ഷൻലെസ് ആണ്. ഓക്കെ, ഫ്രിക്ഷൻലെസ് ആണ്, കുറച്ചും കൂടെ സ്മൂത്ത് ആണ്, സോഫ്റ്റ് ആണ്. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. കാരണം ഇതിൻ്റെ ആൽഫ എന്താണ്, ആൽഫ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, സ്വാഭാവികമായിട്ടും ബ്രഷിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് കുറവായിരിക്കും ഉണ്ടാവുക. ഇവിടെ കറണ്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് IR ഡ്രോപ്പ് അല്ലേ, IR ഡ്രോപ്പ് കൂടെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ടെമ്പറേച്ചർ കൂടുന്നു, കറണ്ട് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് എന്താണ്, അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവിടുത്തെ Rൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. അതുകൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് കുറയും, അല്ലെങ്കിൽ എന്താണ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് എന്താ ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന അടുത്തൊരു അഡ്വാൻറ്റേജ്. പിന്നെ എന്താണ്, നല്ല തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഹൈ തെർമൽ സ്റ്റെബിലിറ്റി.
പിന്നെ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് കാരണം, ആ ഒരു ബ്രഷിൻ്റെ റെസിസ്റ്റൻസ് കാരണം തന്നെ നമുക്ക് റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ ഉണ്ടാവും. ഓക്കെ, ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ ഇതെന്ത് ചെയ്യും, കുറച്ച് ഇംപ്രൂവ് ആക്കും കാർബൺ ബ്രഷ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല, പഠിക്കേണ്ട കാര്യമില്ല. ആ പോയിന്റ്സ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് എന്ത് കാർബൺ യൂസ് ചെയ്തിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രഷസ് ഇൻ ഇലക്ട്രിക്കൽ മെഷീൻസ്? സിൽവർ, അലൂമിനിയം, ഗ്രാഫൈറ്റ്, അയൺ. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്തല്ല, ഇവിടെ കാർബൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. പക്ഷെ എന്തുണ്ട്, കാർബൺ ഇൻ ദി ഫോം ഓഫ് ഗ്രാഫൈറ്റ് അല്ലേ. ഓപ്ഷൻ സി എന്തുണ്ട് നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദി ബ്രഷ് ഡ്രോപ്പ് ഓഫ് എ ഡി സി മെഷീൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതിൻ്റെ റീസൺ എന്താണ് അല്ലേ? കാർബണിൻ്റെ ആ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആണ് അതിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നോക്കിയാൽ കാർബൺ ബ്രഷസ് ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ്. ഓപ്ഷൻ ബി ആണെന്ത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതെല്ലാം കേരള പീസിന് ചോദിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. കാർബൺ ബ്രഷസ് ആർ പ്രിഫേർഡ് ഓവർ കോപ്പർ ബ്രഷസ് ഇൻ ഡി സി മെഷീൻ. ഇതാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. കാർബൺ ബ്രഷസ് ആർ പ്രിഫേർഡ് ഓവർ കോപ്പർ ബ്രഷസ്. എന്താണ് കാരണം? ഡ്യൂ ടു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ലെസർ വെയിറ്റ്, ലെസർ സൈസ് എന്നാണ്. അതൊന്നുമല്ല, ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ഡ്യൂ ടു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി. ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഓപ്ഷൻ വായിച്ച് നോക്കുക. ഇൻ ഡി സി മെഷീൻസ് കാർബൺ ബ്രഷസ് ആർ ജനറലി യൂസ്ഡ് ആസ് ദേ ഹാവ് ഹയർ റെസിസ്റ്റൻസ്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് സോഫ്റ്റ് ആണ്, ഫ്രിക്ഷൻലെസ് ആണ്, ആർ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ്. അതും എന്തിനാണ്? അഡ്വാൻറ്റേജ് തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് ഓപ്ഷൻ ഡി എന്താണ്? ഓൾ ഓഫ് ദിസ്. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് വരുന്ന ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. അടുത്ത ദിവസം നോക്കാം. കാർബൺ ബ്രഷസ് ആർ പ്രിഫറബിൾ ടു കോപ്പർ ബ്രഷസ് ബിക്കോസ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഓപ്ഷൻസ് വ്യത്യാസം ഉണ്ടല്ലോ ഇവിടെ. എ, ദേ ഹാവ് ലോങ്ങർ ലൈഫ്. ബി, ദേ റെഡ്യൂസ് ആർമേച്ചർ റിയാക്ഷൻ. സി, ദേ ഹാവ് ലോവർ റെസിസ്റ്റൻസ്. ഡി, ദേ റെഡ്യൂസ് സ്പാർക്കിംഗ്. അപ്പോൾ നമ്മൾ പഠിച്ചതുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, കാർബൺ ബ്രഷസിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊന്നും സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ കേരള പീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്യായിരുന്നു, നമുക്ക് ആ ഒരു ആൻസർ സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഇതെന്താണ്, ഇത് കേരള പീസ് ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്കിനി അടുത്ത സെക്ഷനിൽ നമുക്ക് ഹീറ്റിംഗ് എലമെന്റ്സ് അല്ലെ, കുറച്ച് അലോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.